ഹലോ ഓൾ, എല്ലാവർക്കും ആയിട്ട് മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 1 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26th ക്വസ്റ്റ്യൻ. Which one of the following best describes the concept of small farmer large field? അപ്പോൾ സ്മോൾ ഫാമർ ലാർജ് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു. ഫസ്റ്റ് വൺ, resettlement of a large number of people uprooted from their countries due to war by giving them a large cultivable land which they cultivate collectively and share the produce. Second one, many marginal farmers in an area organize themselves into groups and synchronize and harmonize selected agricultural operations. Option C, many marginal farmers in an area together make a contract with a corporate body and surrender their land to the corporate body for a fixed term for which the corporate body makes a payment of agreed amount to the farmers. And option D, a company extends a loan, technical knowledge and material inputs to a number of small farmers in an area so that they produce the agricultural commodity required by the company for its manufacturing process and commercial production. സോ ഓപ്ഷൻസ് എല്ലാം കുറച്ച് ലെങ്തി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് സ്മോൾ ഫാമർ ലാർജ് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചേക്കാം. ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് ഇറ്റ്സ് എ മെനി മാർജിനൽ ഫാമേഴ്സ് ഇൻ ആൻ ഏരിയ. ഓക്കെ, സോ മെനി മാർജിനൽ ഫാമേഴ്സ് ഇൻ ആൻ ഏരിയ ഓർഗനൈസ് ദംസെൽസ് into groups and to synchronize and harmonize selected agricultural operations. സോ അതാണ് എന്തെന്ന് പറയുന്നത് സ്മോൾ ഫാമർ ലാർജ് ഫീൽഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, ലാർജ് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഇതെന്താണ് ഒരു ഇന്നോവേറ്റീവ് അപ്രോച്ചാണ്. ഇന്നോവേറ്റീവ് അപ്രോച്ച്. സോ എങ്ങനെയാണ് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്താണ് മാർജിനൽ ഫാമേഴ്സ് അല്ലെങ്കിൽ എന്താണ് സ്മോൾ ഫാമേഴ്സ് മാർജിനൽ ഫാമേഴ്സ് ഒരു പർട്ടിക്കുലർ ഏരിയ എന്താണ് ദേ ഓർഗനൈസ് ദംസെൽസ് ഇൻ ദി ഗ്രൂപ്പ്സ്. അവരെന്താണ് ഓർഗനൈസ് ചെയ്ത് ഗ്രൂപ്പ്സായിട്ട് മാറും. ആൻഡ് ദ സിങ്ക്രണൈസ് ആൻഡ് ഹാർമണൈസ് സെലക്റ്റഡ് അഗ്രികൾച്ചർ ഓപ്പറേഷൻസ്. ഓക്കെ, സോ അതാണ് എന്ത് സ്മോൾ ഫാമർ ലാർജ് ഫീൽഡ് അഗ്രികൾച്ചർ പറയുന്നത്. സോ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരുന്നത്. നെക്സ്റ്റ് 27, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. The government of India provides minimum support price for Niger seed. Okay, so Niger seed minimum support price provide ചെയ്യുന്നത് പറയുന്നത്. Second statement, Niger is cultivated as a kharif crop. Third statement, some tribal people in India use Niger seed for cooking oil. Niger seed oil for cooking. So ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് മിനിമം സപ്പോർട്ട് പ്രൈസ്. സോ MSP ഫോർ നൈഗർ സീഡ്സിന് MSP കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താണ് ഏകദേശം 22ഓളം ക്രോപ്സിന് മാൻഡേറ്റഡ് ആയിട്ട് MSP കൊടുക്കുന്നുണ്ട്. മാൻഡേറ്റഡ് ക്രോപ്സ് ഉണ്ട് MSP കൊടുക്കുന്നത്. സോ അതിലൊന്നാണ് ഏതെന്ന് പറയുന്നത് ഈ നൈഗർ സീഡ് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, നൈഗർ ഈസ് കൾട്ടിവേറ്റഡ് ആസ് എ ഖാരിഫ് ക്രോപ്പ്. നൈഗർ എന്താണ് ഒരു ഖാരിഫ് ക്രോപ്പ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. സോ ഈ ഒരു കാര്യം എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. കാരണം നൈഗറിനെ ഖാരിഫ് ക്രോപ്പ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാം. കൂടുതൽ എന്താണ് മൺസൂൺ ക്രോപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ നൈഗറിനെ. ഓക്കെ, മൺസൂൺ ക്രോപ്പ്. സോ അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഖാരിഫ് ആയിട്ട് മാത്രമല്ല ഇതിനെ എന്താണ് റാബി ക്രോപ്പായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സം പ്ലേസിൽ ഇതിനെന്താണ് റാബി ആയിട്ട് ചില സ്പെസിഫൈഡ് റീജിയനിൽ ഇതിനെന്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് പറയുന്നത് എന്താണ് സം ട്രൈബൽ പീപ്പിൾ ഇൻ ഇന്ത്യ യൂസ് നൈഗർ സീഡ് ഓയിൽ ഫോർ കുക്കിംഗ്. സോ അതെന്താണ് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ് ഇന്ത്യയിലെ കുറച്ച് ട്രൈബൽ പീപ്പിൾസ് എന്താണ് ഇതിനെ കുക്കിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് ശരിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റൈറ്റ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൾ ത്രീ മൂന്നും എന്താണ് ശരിയാണ്. ഓക്കെ, കാരണം ഗവൺമെൻറ് പ്രൊവൈഡ് MSP ഫോർ നൈഗർ, അത് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നൈഗർ എന്താണ് ഖാരിഫ് ക്രോപ്പ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നു. ബട്ട് ഇൻ സം റീജിയൻസ് ഇറ്റ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് ആസ് എ റാബി ക്രോപ്പ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ് സം ട്രൈബൽ പീപ്പിൾ ഇൻ ഇന്ത്യ യൂസ് നൈഗർ സീഡ് ഓയിൽ ഫോർ കുക്കിംഗ്. ഓക്കെ, എസ്പെഷ്യലി എവിടെയൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്സ് ലൈക്ക് ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് അവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. സോ ഇവിടെയൊക്കെ എന്താണ് നൈഗർ സീഡ് യൂസ് ചെയ്യുന്നുണ്ട് കുക്കിംഗ് ഓയിലായിട്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓൾ ത്രീ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28, കൺസിഡർ ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ ഫോളോയിങ് അസറ്റ്സ്. brand recognition, inventory, intellectual property, mailing list of clients.
ഹൗ മെനി ഓഫ് ദ എബോ ആർ കൺസിഡേർഡ് ഇൻടാഞ്ചിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്? ഓക്കെ, ഇൻടാഞ്ചിബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ എന്താണ് ഇൻടാഞ്ചിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻടാഞ്ചിബിൾ എന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അതൊരു നോൺ ഫിസിക്കൽ അസറ്റ്സ് ആയിരിക്കണം. ഓക്കെ, നോൺ ഫിസിക്കൽ അസറ്റ്സ്. ഓക്കെ, ഫിസിക്കൽ അസറ്റ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ ലാൻഡ് പറയാം, അതുപോലെ നമുക്ക് തൊടാനോ അല്ലെങ്കിൽ നമുക്ക് കാണാനോ കഴിയുന്ന കാര്യങ്ങളൊക്കെയാണ് എന്ത് ഫിസിക്കൽ അസറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻടാഞ്ചിബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്, ഇൻടാഞ്ചിബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. അതായത് എന്താണ്? ഫിസിക്കൽ അസറ്റ്സ് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ ആണ് പറഞ്ഞത്. ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു നോൺ ഫിസിക്കൽ അസറ്റാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ബ്രാൻഡിന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് കമ്പനിയുടെ റെപ്യൂട്ടേഷനെയും കാര്യങ്ങളും എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് അത് നമുക്ക് എന്താണ് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല. സോ ഫസ്റ്റ് എന്തായാലും ഇൻടാഞ്ചിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്തായാലും എന്താണ്? ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ ഇൻടാഞ്ചിബിൾ ആണ്. ദെൻ ഇൻവെൻട്രി പറയുന്നുണ്ട്. ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ഫിസിക്കൽ ഗുഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ ആവാം. ഓക്കെ, ഒരു കമ്പനിയുടെ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്? അത് എന്തെങ്കിലും ഫിസിക്കൽ ഗുഡ്സോ അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ മെറ്റീരിയൽ അങ്ങനെ ആവാം. സോ വി ക്യാൻ ടെസ്റ്റ് ദാറ്റ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് എന്താണ് അത് ടാഞ്ചിബിൾ ആണ്. സോ രണ്ടാമത്തെ എന്തായാലും വരത്തില്ല. ദെൻ മൂന്നാമത് പറയുന്നത് എന്താണ്? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ഈ നോൺ ഫിസിക്കൽ ലീഗൽ റൈറ്റ്സിനെ നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഏതൊക്കെ വരാം? നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ പേറ്റൻറ്റ്, കോപ്പി റൈറ്റ്സ്, ഇതൊക്കെ എന്താണ് ഇതിൽ വരുന്നതാണ്. പേറ്റൻറ്റ്, കോപ്പി റൈറ്റ്സ്, ദെൻ ട്രേഡ് മാർക്സ്, ഇതൊക്കെ എന്താണ് ഒരു കമ്പനിയുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ വരുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് എന്താണ് അതും ഇൻടാഞ്ചിബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ മൂന്നാമത്തതും ഇൻടാഞ്ചിബിൾ ആണ്. ദെൻ ഫോർത്ത് പറയുന്നത് എന്താണ്? മെയിലിംഗ് ലിസ്റ്റ് ഓഫ് ക്ലയൻസിൻ്റെ മെയിലിംഗ് ലിസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇതും എന്താണ് ഒരു നോൺ ഫിസിക്കലായിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷനെ പറ്റിയാണ് പറയുന്നത്. മെയിലിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ ഓർ ഇൻഫർമേഷൻ. പിന്നെ എന്താണ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണ് എന്ത് ഇവിടെ പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് അതും ഇൻടാഞ്ചിബിൾ ആണ്. ഓക്കെ, അവിടെ എന്താണ് ടാഞ്ചിബിൾ അസറ്റ്സ് അല്ല, അതെല്ലാം എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? അപ്പോൾ ആൻസർ വരുന്നത് ഓൺലി 3 മാത്രമായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഏതൊക്കെയാണ് അത് ആൻസർ വരുന്നത്? 1, ദെൻ 3 ആൻഡ് 4. ഓക്കെ, 1ഉം 3ഉം 4ഉം ആയിരിക്കും എന്ത് ആൻസർ വരുന്നത്. 2 ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫിസിക്കൽ അസറ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? അത് ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി 3. നെക്സ്റ്റ് 29. ഡെമോഗ്രാഫിക് പെർഫോമൻസ്, ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, ഗവർണൻസ് റിഫോംസ്, സ്റ്റേബിൾ ഗവൺമെൻറ്, ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്സ്. For the horizontal tax devolution, the 15th Finance Commission used how many of the above criteria other than population, area and income distance? അപ്പോൾ 15th ഫിനാൻസ് കമ്മീഷൻ അതിൻ്റെ ഹൊറിസോണ്ടൽ ടാക്സ് ഡെവല്യൂഷനായിട്ട് എന്തിനൊക്കെയാണ് കൺസിഡർ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓൾറെഡി ഇവിടെ 3 പറയുന്നുണ്ട്: പോപ്പുലേഷൻ, ഏരിയ, ഇൻകം ഡിസ്റ്റൻസ്. ഇത് 3 എന്താണ് 15th ഫിനാൻസ് കമ്മീഷൻ്റെ ഹൊറിസോണ്ടൽ ടാക്സ് ഡെവല്യൂഷൻ്റെ ക്രൈറ്റീരിയാസ് ആയിരുന്നു. സോ ഇത് കൂടാതെ വേറെ ഏതൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ 15th ഫിനാൻസ് കമ്മീഷനിൽ പ്രധാനമായിട്ട് 6 ക്രൈറ്റീരിയയാണ് ഉള്ളത്. സോ അതിൽ 3 ഇവിടെ തന്നിട്ടുണ്ട്. ഇത് കൂടാതെ പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞത് ഫസ്റ്റ് പറയുന്നത് ഏതാണ്? ഡെമോഗ്രഫിക് പെർഫോമൻസ് പറയുന്നുണ്ട്. ഓക്കെ, സോ ഡെമോഗ്രഫിക് പെർഫോമൻസ് എന്താണ്? 15th ഫിനാൻസ് കമ്മീഷൻ്റെ ഹൊറിസോണ്ടൽ ടാക്സ് ഡെവല്യൂഷൻ്റെ ക്രൈറ്റീരിയ ആയിരുന്നു. സോ ഡെമോഗ്രഫിക് പെർഫോമൻസ്. ദെൻ ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, അത് എന്താണ് 15th ഫിനാൻസ് കമ്മീഷൻ്റെ ഈ ഹൊറിസോണ്ടൽ ടാക്സ് ഡെവല്യൂഷനിൽ വരുന്നതാണ്. അതുകൂടാതെ പിന്നെ ഏതാണ്? ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്സ്. ഓക്കെ, 5ാമത്തെ ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്സ്. ഇത് 3 എന്ത് വരുന്നത്. സോ ഏതൊക്കെയായിരിക്കും? പോപ്പുലേഷൻ, ഏരിയ, ഇൻകം ഡിസ്റ്റൻസ്, ദെൻ ഡെമോഗ്രാഫിക് പെർഫോമൻസ്, ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, ദെൻ ഫൈനലി ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്സ്. ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്സ്. സോ അങ്ങനെ 6 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 6 ക്രൈറ്റീരിയയാണ് ഇത് 15th ഫിനാൻസ് കമ്മീഷൻ്റെ ഹൊറിസോണ്ടൽ ടാക്സ് ഡെവല്യൂഷനിലുള്ളത്. അപ്പോൾ ഡെമോഗ്രാഫിക് പെർഫോമൻസ്, ഫോറസ്റ്റ് ആൻഡ് എക്കോളജി ആൻഡ് ഫൈനലി ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്സ്. അപ്പോൾ ഗവൺമെൻറ് റിഫോംസും അതുപോലെ എന്താണ് സ്റ്റേബിൾ ഗവർണൻസും ഏതിൽ വരത്തില്ല? ഹൊറിസോണ്ടൽ ടാക്സ് ഡെവല്യൂഷനിൽ വരത്തില്ല. ഓക്കെ, സോ ഇതിനെല്ലാം തന്നെ ഓരോ വെയിറ്റേജും ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പോപ്പുലേഷൻ പറയുന്നുണ്ട്, ഏരിയ പറയുന്നുണ്ട്, ഇൻകം ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. ഇതിനെല്ലാം എന്താണ് ഓരോ അതിൻ്റെതായ വെയിറ്റ്സ് ഉണ്ട്. എന്താണ് ഡെമോഗ്രഫിക് പെർഫോമൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഡെമോഗ്രഫിക് പെർഫോമൻസിന് 12.5% ആയിരുന്നു വെയിറ്റേജ് കൊടുക്കുന്നത്. ദെൻ ഫോറസ്റ്റ് ആൻഡ് എക്കോളജി വരുന്നുണ്ട്, അത് 10% ആണ്.
ദെൻ ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്സ്, ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്സിന് 2.5% ആയിരുന്നു. ദെൻ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പോപ്പുലേഷൻ, ഏരിയ, ഇൻകം, ഡിസ്റ്റൻസ്. അപ്പോൾ പോപ്പുലേഷന് ഏകദേശം 15%, അതുപോലെ ഏരിയ 15%, ദെൻ ഇൻകം ഡിസ്റ്റൻസ് 45%. സോ ഇതായിരുന്നു എന്ത് ആ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്, എന്തിൻ്റെ ഹൊറിസോണ്ടൽ ടാക്സ് വാല്യൂഷൻ്റെ വെയിറ്റേജ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓൺലി 3 മാത്രമായിരിക്കും. ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 1, 2 and 5 ഇത് 3 മാത്രമായിരിക്കും എന്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഗവർണൻസ് റിഫോംസും അതുപോലെ സ്റ്റേബിൾ ഗവൺമെൻറ് എന്നാണ് ഇതിൽ ഇൻക്ലൂഡ് അല്ല. നെക്സ്റ്റ് 30. കൺസിഡർ ദ ഫോളോയിങ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സ്: affordable housing, mass rapid transport, healthcare, renewable energy. On how many of the above does UNOPS Sustainable Investments in the Infrastructure and Innovation, that is S3I, initiative focus for its investment? അപ്പോൾ ഏതൊക്കെയാണ് UNOPS സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇന്നോവേഷൻ, അതായത് S3I ഇനിഷ്യേറ്റീവിന് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി? ഓക്കെ, സോ അഗെയിൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ, കാരണം ഏതൊക്കെ മെത്തേഡാണ് അത് വേണ്ടതെന്ന് നോക്കുക. ഫസ്റ്റ് പറയുന്നതാണ് അഫോർഡബിൾ ഹൗസിങ്സ്, ദെൻ മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട്, ഹെൽത്ത് കെയർ, റിന്യൂവബിൾ എനർജി. അപ്പോൾ ഇത് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഇതിലിപ്പോൾ മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് വെച്ച് ബാക്കി 3, അതായത് അഫോർഡബിൾ ഹൗസിങ്, ഹെൽത്ത് കെയർ, അതുപോലെ റിന്യൂവബിൾ എനർജി, ഇത് 3 എന്താണ് UNOPSൻ്റെ സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇന്നോവേഷൻ, അതായത് S3Iയുടെ ഇനിഷ്യേറ്റീവാണ്. എന്തിനു വേണ്ടി? ഇൻവെസ്റ്റ്മെൻറ്റിന് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് മാത്രം ഇതിൽ ഇൻക്ലൂഡ് അല്ല. ഓക്കെ, സോ പ്രധാനമായിട്ടും 3 സ്പെസിഫിക് സെക്ടേഴ്സാണുള്ളത്: അഫോർഡബിൾ ഹൗസിംഗ്, ഹെൽത്ത് കെയർ, റിന്യൂവബിൾ എനർജി. സോ ഇത് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരിക്കും. ത്രൂ എങ്ങനെ? ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ത്രൂ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇതാണെന്ത് ഇത് പറയുന്നത്, ഏത് നമ്മുടെ UNOPSൻ്റെ അല്ലെങ്കിൽ എന്താണ് S3I ഇനിഷ്യേറ്റീവിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? 1, 3 and 4 ആയിരിക്കും. അപ്പോൾ ഓൺലി 3 ആണ്, ഓപ്ഷൻ സി ആണ് അഗൈൻ ആൻസർ വരുന്നത്. 1, 3 and 4 ആയിരിക്കും ആൻസർ വരുന്നത്, 2 വരത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31. ഇൻ എസെൻസ് വാട്ട് ഡസ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ മീൻസ്? ഓക്കെ, എന്താണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്? ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ഫെയർ ആപ്ലിക്കേഷൻ ഓഫ് ലോ ആൻഡ് ഈക്വാലിറ്റി ബിഫോർ ലോ. ഓക്കെ, അഗെയിൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ എ ആണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഓക്കെ, അതായത് എന്താണ്? ലീഗൽ പ്രൊസീഡിങ്സ് എപ്പോഴും എന്താണ്? ഫെയർ ആൻഡ് ജസ്റ്റ് ആയിരിക്കണം എന്നാണ് ഇത് പറയുന്നത്. ഫെയർ ആൻഡ് ജസ്റ്റ്. ഓക്കെ, ലീഗൽ പ്രൊസീജിയേഴ്സ് ഓൾവേസ് ഫെയർ ആൻഡ് ജസ്റ്റ് ആയിരിക്കണം. സോ അതാണ് ഇത് ഇതിൽ പറയുന്നത്. സോ 31st ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് 32nd. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1. In India, prisons are managed by the state governments with their own rules and regulations for the day-to-day administration of prisons. Second statement. In India, prisons are governed by the Prisons Act 1894, which expressly kept the subject of prison in the control of provincial governments. So which one of the following correct in respect of the above statement? ഓക്കെ, അഗെയിൻ കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ പ്രിസൺസ് എന്ന് പറയുമ്പോൾ തന്നെ ഏത് സബ്ജക്റ്റിൽ വരുന്നതാണ്? അത് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലാണ് വരുന്നത്, സ്റ്റേറ്റ് സബ്ജക്റ്റിൽ വരുന്നതാണ്. ഓക്കെ, നമുക്ക് യൂണിയൻ ലിസ്റ്റും ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ പ്രിസൺസ് ഒക്കെ വരുന്നത് എന്തിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പ്രിസൺസ് വരുന്നത്. ഓക്കെ, സോ നോർമലി അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇൻ ഇന്ത്യ പ്രിസൺസ് ആർ മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ആരായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും മാനേജ് ചെയ്യുന്നത് വിത്ത് ദെയർ ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും അതിന് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഫോർ ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രിസൺ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയായിരിക്കും. ദെൻ പിന്നെ പറയുന്നത് എന്താണ്? ഇൻ ഇന്ത്യ പ്രിസൺസ് ആർ ഗവേൺഡ് ബൈ ദ പ്രിസൺസ് ആക്ട് 1894, വിച്ച് എക്സ്പ്രസ്ലി കെപ്റ്റ് ദ സബ്ജക്റ്റ് ഓഫ് പ്രിസൺ ഇൻ ദ കൺട്രോൾ ഓഫ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രിസണിൻ്റെ സബ്ജക്റ്റ് എന്താണ്? പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിലാണ് എന്ത് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. സോ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്നത്തെ സ്റ്റേറ്റ് ലിസ്റ്റിനാണ് എന്ത് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞിരുന്നത് അന്ന് ആ ടൈമിൽ. സോ അതുകൊണ്ട് എന്താണ്? അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അന്ന് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിലായതുകൊണ്ടാണ് ഇന്ന് അത് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ എന്താണ്?
ഫസ്റ്റ് പറയുന്നത് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ആയതുകൊണ്ടായിരിക്കും അത് ഇന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ സ്റ്റേറ്റ് ലിസ്റ്റ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഫസ്റ്റിൻ്റെ എക്സ്പ്ലനേഷനാണ്. സോ അപ്പോൾ ആൻസർ ഏതായിരിക്കും? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. 33. Which one of the following statements best reflect the chief purpose of the constitution of a country? ഓക്കെ, നമുക്ക് ഓപ്ഷൻ പോലും വേണ്ട, കാരണം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്തായിരിക്കും? എപ്പോഴും ഒരു ലിമിറ്റഡ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ലിമിറ്റ് ചെയ്യുക, അതാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പർപ്പസ്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഫസ്റ്റ് എന്താണ്? It determines the objective for the making of necessary laws. It enables the creation of political offices and a government. It defines and limits the powers of government. So again ഇവിടെ വന്നിട്ടുണ്ട് ലിമിറ്റ്സ് ഓഫ് പവേഴ്സ്. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നത്തെ PYQs എല്ലാം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അവിടെ ലിമിറ്റേഷൻ ഓഫ് പവേഴ്സ് ആയി, ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് ലിമിറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണുള്ളത്. ദെൻ ഫോർത്ത് പറയുന്നത് ഇറ്റ് സെക്യൂർ സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ സ്ക്രൂട്ടിനി. സോ അതല്ല ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് പറയുന്നത്. കാരണം ചീഫ് പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈൻ ആൻഡ് ലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ഗവൺമെൻറ് ആണ്. ഓക്കെ, ഡിഫൈൻ ആൻഡ് ലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ഗവൺമെൻറ്. അതുകൊണ്ട് എന്താണ്? സിറ്റിസൺസിൻ്റെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ് പ്രധാനപ്പെട്ട ആലോചിക്കുന്നത്. ഓക്കെ, പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ. സോ സിറ്റിസൻ്റെ റൈറ്റ്സ് എന്താണ്? പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ് എന്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് ഉദ്ദേശിക്കുന്നത്. സോ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഗവർണൻസ് ലിമിറ്റ് ചെയ്യണം. ഓക്കെ, ഒരുപാട് പവർ കൊടുത്താലും എന്താണ് നമുക്ക് ചില അധികാരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചില റൈറ്റ്സ് ഒക്കെ എന്താണ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്, ഇത് ഡിഫൈൻസ് ആൻഡ് ലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ഗവൺമെൻറ്. സോ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. നെക്സ്റ്റ് വൺ. ഇൻ ഇന്ത്യ, which one of the following constitutional amendments was widely believed to be enacted to overcome the judicial interpretations of the fundamental rights? Okay, so fundamental rights in the judicial interpretations-നെ ഓവർകം ചെയ്യാൻ വന്ന ഏത് അമെൻമെൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. അഗെയിൻ നമുക്കറിയാവുന്ന കാര്യമാണ്, ഏത് അമെൻമെൻറ്റിലാണ്? ഫസ്റ്റ് അമെൻമെൻറ്റിൽ തന്നെയാണ് ഇത് കൊണ്ടുവന്നത്. കാരണം നമുക്കറിയാം ജുഡീഷ്യൻ്റെ മുകളിൽ കൊണ്ടുവരാനായിട്ട് ഏതൊക്കെ ആർട്ടിക്കിൾ 31A മാറ്റം വരുത്തിയിട്ടുണ്ട്, അതുപോലെ 31B മാറ്റം വരുത്തിയിട്ടുണ്ട്. ദെൻ ആ ടൈമിൽ പിന്നെ എന്താണ് കൊണ്ടുവന്നത്? 9th ഷെഡ്യൂൾ ആഡ് ചെയ്തു. ആൻഡ് ഫൈനലി എന്താണ്? റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. റീസണബിൾ റെസ്ട്രിക്ഷൻസ് അത് ഏതിലേക്കാണ്? പ്രധാനമായിട്ടും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇതെല്ലാം എന്താണ്? ഫസ്റ്റ് അമെൻമെൻറ്റിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. സോ ഫസ്റ്റ് അമെൻമെൻ്റ് ആയിരുന്നു എന്ത്? ഇറ്റ് ഈസ് ഇനാക്റ്റഡ് ടു ഓവർകം ദ ജുഡീഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് 42nd ആയാലും 44th ആയാലും 86th ആയാലും ഇതൊക്കെ എന്താണ്? ലേറ്റർ വന്ന കാര്യങ്ങളാണ്. പക്ഷേ ഫസ്റ്റ് അമെൻമെൻറ്റിലാണെന്ത്? ജുഡീഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഓവർകം ചെയ്യാനായിട്ട് വന്നത്. സോ അതിൽ ആർട്ടിക്കിൾ 31A 31B ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതെന്തിനാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നത് ചലഞ്ച് ചെയ്യാനായിരുന്നു. ദെൻ 9th ഷെഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫൈനലി റീസണബിൾ റെസ്ട്രിക്ഷൻസ്, അതായത് എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസിലേക്ക് എന്താണ്? റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നത്. അതിനെപ്പറ്റി എന്താണ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് ആയിരുന്നു ഇത് ഫസ്റ്റ് അമെൻമെൻറ്റിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് 34. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ഫസ്റ്റ് അമെൻമെൻറ്റ്. നെക്സ്റ്റ് 35. Consider the following state organizations or bodies in India: the National Commission for Backward Classes, National Human Rights Commission, the National Law Commission, the National Consumer Disputes Redressal Commission. How many of the above are constitutional bodies? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, ദ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. സോ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ NCBC ആദ്യം ഇത് ഉണ്ടായിരുന്നതാണ്. ഇനിഷ്യലി ഇതെന്തായിരുന്നു? ഒരു ആക്ട് വഴിയാണ് കൊണ്ടുവന്നത്. ഓക്കെ, 1993 ഒരു ആക്ട് വഴിയാണ് NCBC പാർലമെൻറ്റ് കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് അതെന്തായി? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായി. അത് ഏത് ആക്ട് വഴിയാണ്? 102nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി 2018 സോ 102nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി എന്തായി? ഈ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് മാറി. ഓക്കെ, സോ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് അല്ലെങ്കിൽ NCBC എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്.
സെക്കൻഡ്, ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC ആണ്. NHRC എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ നോർമലി എന്തായിരിക്കും? ഒരു ആക്ട് വഴി കൊണ്ടുവന്നതാണ്. ഏത് ആക്ട് വഴിയാണ്? ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. സോ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 വഴിയാണ് ഇത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കൊണ്ടുവന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നാഷണൽ ലോ കമ്മീഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. സോ ഇത് എന്താണ്? ഒരു ഓർഡർ വഴിയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇതെന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയോ അല്ല. ഓക്കെ, ജസ്റ്റ് ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ് വരുന്നത്. സോറി. ദെൻ ഫോർത്ത് പറയുന്നത് ദ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. ഇതും എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ഏത് ആക്ട് വഴിയാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 വഴിയാണിത് ഇത് കൊണ്ടുവന്നത്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പിന്നീട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത് പിന്നെ റിപ്പീൽ ചെയ്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡ് ആക്ട് ആയിരുന്നു. അത് എത്ര 2019 എന്താണ് മാറിയിട്ടുണ്ട്. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പിന്നീട് എന്തായിട്ട് മാറി? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആയിട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതും എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏത് മാത്രമാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് മാത്രമാണ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോഡീസോ ഒക്കെ ആണ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ഓൺലി 1 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, consider the following statement. If the election of the President of India is declared void by the Supreme Court of India, all acts done by him or her in the performance of duties of his or her office of President before the date of decision become invalid. Second statement, the election for the post of the President of India can be postponed on the ground that some legislative assemblies have been dissolved and elected are yet to take place. Third statement, when a bill is presented to the President of India, the Constitution prescribes time limits within which he or she has to declare his or her assent. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? If the election of the President of India is declared void by the Supreme Court of India, all acts done by him or her in the performance of duties of his or her office of President before the date of decisions become invalid. അപ്പോൾ ആർട്ടിക്കിൾ 70(1)(2) പറയുന്നുണ്ട് എന്താണ്? പ്രസിഡന്റ് ഇലക്ഷൻ വോയിഡായിട്ട് SC ഡിക്ലെയർ ചെയ്താലും പ്രസിഡന്റ് ചെയ്ത അല്ലെങ്കിൽ പ്രസിഡന്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നപ്പോൾ ചെയ്ത ഡിക്ലറേഷൻസ് കാര്യങ്ങളോ ഒന്നും തന്നെ എന്താണ് അവിടെ വോയിഡ് ആവാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അത് ഇൻവാലിഡ് ആവാനായിട്ട് പോകുന്നില്ല. ഓക്കെ, പ്രസിഡന്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം എന്തായിരിക്കും? അത് വാലിഡ് ആയിരിക്കും. ഇഫ് എന്താണ് ഇൻ കേസ് ഓഫ് ഈ ഇലക്ഷൻസിനെ വോയിഡായിട്ട് ഡിക്ലെയർ ചെയ്താൽ എന്തായിരിക്കും? പ്രസിഡന്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം എന്തായിരിക്കും? അത് വാലിഡ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. Second, election for the post of President of India can be postponed on the ground that some legislative assemblies have been dissolved and elections are yet to take place. So അത് എന്താണ്? തെറ്റാണ്. കാരണം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ആക്ട് പറയുന്നുണ്ട്. പ്രസിഡന്റ് ആൻഡ് ഓക്കെ, സോ അവിടെ എന്താണ് ഇലക്ഷൻസ് എപ്പോഴൊക്കെ നടക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നതിനെ പറ്റി എല്ലാം എന്താണ് പറയുന്നുണ്ട്. ഓക്കെ, സോ അതുകൂടാതെ എന്താണ് SC സുപ്രീം കോടതിയിൽ എന്താണ് പ്രസിഡൻഷ്യൽ പോൾ കേസ് നടന്നിട്ടുണ്ട്. പോൾ കേസ് അത് 1974 സോ അത് പ്രകാരം പറയുന്നത് എന്താണ്? സുപ്രീം കോടതി പറയുന്നുണ്ട് എന്തെന്ന്? ഈ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻസ് ഏതെങ്കിലും ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസോൾവ് ആയെന്ന് പറഞ്ഞ് എന്താണ് നടക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ ദ ഇലക്ട്രൽ കോളേജ് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ കോളേജിൽ എന്തായാലും എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആൾക്കാർ വരും. സോ ഈ ഇലക്ട്രൽ കോളേജ് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. സോറി, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, when a bill is
presented to the President of India, the Constitution prescribes the time limits within which he or she has to declare his or her assent. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല ഇത്ര ടൈം ലിമിറ്റിനുള്ളിൽ എന്താണ് പ്രസിഡന്റ് അസെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല. ഓക്കെ, പ്രസിഡന്റ് വേണമെങ്കിൽ അത് വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എന്താണ് ആ അസെൻറ്റ് ഡിലേ ചെയ്യും. ഇതെല്ലാം എന്താണ് പ്രസിഡന്റിൻ്റെ റൈറ്റ്സിലുള്ളതാണ്. സോ അതുകൊണ്ട് എന്താണ് അതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? എല്ലാം തെറ്റാണ്. ഓപ്ഷൻ ഡി നൺ ആയിരിക്കും ആൻസർ വരുന്നത്. സോ 36 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് 37. With reference to financial bill and money bill in Indian Parliament, consider the following statement. When the Lok Sabha transmits finance bill to Rajya Sabha, it can amend or reject the bill. Second statement, when the Lok Sabha transmits money bill to the Rajya Sabha, it cannot amend or reject the bill. It can only make recommendations. Third statement, in the case of disagreement between Lok Sabha and Rajya Sabha, there is no joint sitting for money bill, but a joint sitting becomes necessary for finance bill. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്? അപ്പോൾ ഫിനാൻസ് ബില്ലിനെയും മണി ബില്ലിനെയും പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, when the Lok Sabha transmit finance bill to Rajya Sabha, it can amend or reject the bill. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാം ഫസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നും. കാരണം ഫിനാൻസ് ബിൽ എന്ന് പറയുമ്പോൾ എന്താണ് രാജ്യസഭയ്ക്ക് പവറില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കില്ലേ. മണി ബില്ലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് രാജ്യസഭയ്ക്ക് ആ ഒരു പവർ ഇല്ലാത്തത്. സോ ഫിനാൻസ് ബില്ല് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളൊരു ഓർഡിനറി ബില്ലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫിനാൻസ് ബില്ലിനെ ഒരു ഓർഡിനറി ബില്ലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് അത് രാജ്യസഭയ്ക്ക് എന്താണ് അമെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, അതിലെന്താണ് ബോത്ത് ഹൗസിൻ്റെ മസ്റ്റ് അപ്രൂവ് ആവശ്യമാണ്. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ലോക്സഭയ്ക്ക് എന്താണ് ഫിനാൻസ് ബില്ലിനെ രാജ്യസഭയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്താൽ രാജ്യസഭയ്ക്ക് ഇറ്റ് ക്യാൻ അമെൻഡ് ഓർ റിജക്ട് ദ ബിൽ. അതെന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് വൺ, when the Lok Sabha transmits money bill to the Rajya Sabha, okay, money bill രാജ്യസഭയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഇറ്റ് കനോട്ട് അമെൻഡ് ഓർ റിജക്ട് ദ ബിൽ. ഓക്കെ, മണി ബിൽ എന്താണ് രാജ്യസഭയ്ക്ക് അമെൻഡ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ഓൺലി മേക്ക് റെക്കമെൻഡേഷൻസ്. ഓക്കെ, അതായത് എന്താണ് റെക്കമെൻഡേഷൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. 14 ഡേയ്സിനുള്ളിൽ എന്താണ് എന്തെങ്കിലും റെക്കമെൻഡേഷൻ വേണമെങ്കിൽ എന്താണ് രാജ്യസഭയ്ക്ക് കൊടുക്കാൻ പറ്റും. ബട്ട് ദേ കനോട്ട് അമെൻഡ് ഓർ റിജക്ട് ദ ബിൽ. സോ അതുകൊണ്ട് എന്താണ് അതും ശരിയാണ്. ദെൻ in the case of disagreements between Lok Sabha and Rajya Sabha, there is no joint sitting for money bill, but a joint sitting become necessary for a finance bill. Okay, മണി ബില്ലിന് ജോയിൻറ്റ് സിറ്റിംഗ് ഇല്ല, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പിന്നെ പറയുന്നത് എന്താണ്? ബട്ട് എ ജോയിൻറ്റ് സിറ്റിംഗ് ബിക്കം നെസസറി ഫോർ എ ഫിനാൻസ് ബിൽ എന്നാണ്. ഫിനാൻസ് ബില്ലിന് എന്തായാലും ജോയിൻറ്റ് സിറ്റിംഗ് വേണമെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് അങ്ങനെ ഫിനാൻസ് ബില്ലിന് ജോയിൻറ്റ് സിറ്റിംഗ് സമ്മൺ ചെയ്യാറുണ്ട്. പക്ഷേ എന്താണ് അത് നെസസറി ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അവിടെ എന്താണ് ഫിനാൻസ് ബില്ലിന് എന്താണ് നെസസറി ആയിട്ട് എന്താണ് ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 1 and 2 ഓൺലി ആയിരിക്കും. അപ്പോൾ ഓൺലി 2 സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ശരിയായിട്ട് വരുന്നത്. ആൻസർ അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 38. Once the central government notifies an area as a community reserve, the chief wildlife warden of the state becomes the governing authority of such forest. Second one, hunting is not allowed in such area. Third statement, people of such area are allowed to collect non-timber forest produce. Fourth one, people of such area are allowed traditional agriculture practices. How many of the above statements are correct? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് എന്താണ് പറയുന്നത്? അപ്പോൾ എന്താണ് വൺസ് ദ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈസ് ആൻ ഏരിയ ആസ് കമ്മ്യൂണിറ്റി റിസർവ്. അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവുമായിട്ട് റിലേറ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ്, ദ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫ് ദ സ്റ്റേറ്റ് ബിക്കംസ് ദ ഗവേണിംഗ് അതോറിറ്റി ഓഫ് സച്ച് ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിൻ്റെ ഗവേണിംഗ് അതോറിറ്റി ആരാണ്? ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അല്ല. കാരണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്താണ് അദ്ദേഹത്തിന് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഹി ക്യാൻ പ്രൊവൈഡ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ എന്താണ് അദ്ദേഹമല്ല അവിടുത്തെ എന്തെന്ന് പറയുന്നത് ഗവേണിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്താണ് ഒരു കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെൻറ്റ് കമ്മിറ്റി. ഓക്കെ, സോ അതിനുവേണ്ടി എന്തുണ്ട്? ഒരു കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഹി ക്യാൻ പ്രൊവൈഡ് ഗൈഡൻസ്. ഓക്കെ, ബട്ട് ഹി ഈസ് നോട്ട് ദ ഗവേണിംഗ് അതോറിറ്റി ഓഫ് സച്ച് ഫോറസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഹണ്ടിങ് ഈസ് നോട്ട് അലൗഡ് ഇൻ സച്ച് ഏരിയ. ഓക്കെ, ജനറലായിട്ട് നമുക്ക് ചിന്തിച്ച് തീരുമാനിക്കുന്നത്. കാരണം എന്താണ് ഒരു കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ് സംരക്ഷിക്കാനുള്ളൊരു ഏരിയ ആണ്. സോ അവിടെ എന്താണ് ഹണ്ടിങ് അലൗഡ് ചെയ്യത്തില്ല. അത് ശരിയാണ്.
People of such area are allowed to collect non-timber forest produce. Okay, non-timber forest produce എന്താണ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതെന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. അവിടെ നിന്ന് എന്താണ് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആണെങ്കിൽ എന്താണ് ലോക്കൽ കമ്മ്യൂണിറ്റീസിന് അത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതെന്താണ് ശരിയാണ്. ഫോർത്ത് പറയുന്നത് പീപ്പിൾ ഓഫ് സച്ച് ഏരിയ ആർ അലൗഡ് ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസ്. ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്താണ് അവിടെ അലോ ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ട്രഡീഷണൽ ലാൻഡ് യൂസ് പ്രാക്ടീസ്, അതിപ്പോൾ അഗ്രികൾച്ചർ ആയാലും എന്തായാലും ട്രഡീഷണൽ ലാൻഡ് യൂസ് ആയിട്ടുള്ള പ്രാക്ടീസുകളെല്ലാം എന്താണ് അവിടെ ബാൻഡാണ്, അല്ലെങ്കിൽ എന്താണ് അതിനെല്ലാം എന്താണ് യൂഷ്വലി ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ. സോ അതെന്താണ് തെറ്റാണ്. അപ്പോൾ 2 and 3 മാത്രമേ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും, ഓൺലി 2 ആണ്. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എന്ത് ശരിയായിട്ടുള്ളൂ, ബാക്കി രണ്ടും എന്താണ് തെറ്റാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് അതിൻ്റെ ഗവേണിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഗവേണിംഗ് അതോറിറ്റിക്ക് വേണ്ടി എന്താണ് കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്താണ് ഹി ക്യാൻ ഓൺലി പ്രൊവൈഡ് ഗൈഡൻസ്. ദെൻ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പീപ്പിൾ ഓഫ് സച്ച് ഏരിയ ആർ അലൗഡ് ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറഞ്ഞു. പക്ഷേ ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്താണ് അവിടെ നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് നോർമൽ അല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് പീപ്പിൾസിന് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഒക്കെ കളക്ട് ചെയ്യാം. പക്ഷേ എന്താണ് ട്രഡീഷണൽ ലാൻഡ് യൂസ് ചെയ്യുന്ന പ്രാക്ടീസിലൊന്നും എന്താണ് അവിടെ നടക്കത്തില്ല. ഓക്കെ, ഇൻക്ലൂഡിങ് അഗ്രികൾച്ചർ. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 ആയിരിക്കും ആൻസർ വരുന്നത്. നെക്സ്റ്റ് 39. With reference to scheduled areas in India, consider the following statement. Within a state, the notification of an area as scheduled area takes place through an order of the president. The largest administrative unit forming the scheduled area is the district, and the lowest is the cluster of the village block. The chief ministers of the concerned states are required to submit annual report to the Union Home Ministry on the administration of scheduled areas in their states. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കി, വിത്തിൻ എ സ്റ്റേറ്റ് ദ നോട്ടിഫിക്കേഷൻ ഓഫ് ആൻ ഏരിയ ആസ് ഷെഡ്യൂൾഡ് ഏരിയ ടേക്സ് പ്ലേസ് ത്രൂ ആൻ ഓർഡർ ഓഫ് ദ പ്രസിഡൻറ്റ്. ഓക്കെ, സോ ഒരു ഏരിയ ഷെഡ്യൂൾഡ് ഏരിയ ആണെങ്കിൽ, ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അവിടെ എന്താണ് പ്രസിഡൻറ്റിൻ്റെ ഒരു ഓർഡർ ആവശ്യമാണ്. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ ആർട്ടിക്കിൾ 244 അതുപോലെ തന്നെ എന്താണ് 5th ഷെഡ്യൂളിലും എന്താണ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 244 അതുപോലെ എന്താണ് 5th ഷെഡ്യൂളിലും എന്താണ് ഈ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. സോ അതെന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് പറയുന്നത് എന്താണ് ദ ലാർജസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഫോമിംഗ് ദ ഷെഡ്യൂൾഡ് ഏരിയ ഈസ് ദ ഡിസ്ട്രിക്ട് ആൻഡ് ലോവസ്റ്റ് ഈസ് ദ ക്ലസ്റ്റർ ഓഫ് വില്ലേജ് ഇൻ ബ്ലോക്സ്. അതും എന്താണ് ശരിയാണ്. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഓഫ് ഷെഡ്യൂൾഡ് ഏരിയസ് എന്താണ് സൈസിൻ്റെ അനുസരിച്ച് വേരി ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതിപ്പോൾ എന്താണ് ഡിസ്ട്രിക്ട് എൻ്റെ ഡിസ്ട്രിക്റ്റും ആവാം, അല്ലെങ്കിൽ എന്താണ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് വില്ലേജ് ബ്ലോക്സും ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത പറയുന്നത് എന്താണ് The chief ministers of the concerned states are required to submit annual reports to the Union Home Ministry. അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സ് യൂണിയൻ ഹോം മിനിസ്ട്രിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. പക്ഷേ എന്താണ് നമുക്കറിയാം ചീഫ് മിനിസ്റ്റേഴ്സ് അല്ല, കൂടുതലും എന്താണ് ഗവർണേഴ്സ് ആർക്കാണ് പ്രസിഡൻറ്റിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ഗവർണേഴ്സ് ഈ ഏരിയയെ പറ്റി ആർക്ക് കൊടുക്കുന്നു, പ്രസിഡൻറ്റിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ് ദ ലാർജസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഫോമിംഗ് ദ ഷെഡ്യൂൾഡ് ഏരിയസ് ഡിസ്ട്രിക്റ്റും അതുപോലെ ലോവസ്റ്റ് എന്താണ് ക്ലസ്റ്റർ ഓഫ് വില്ലേജസ് ഓഫ് ദ ബ്ലോക്കുമാണ്. ഇനി തേർഡ് പറയുന്നത് എന്താണ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കൺസേൺഡ് സ്റ്റേറ്റ്സ് എന്തിനാണ് ആ ആനുവൽ റിപ്പോർട്ട്സ് ആർക്ക് കൊടുക്കണം, യൂണിയൻ ഹോം മിനിസ്ട്രിക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ അതല്ല, കാരണം നമ്മൾ പറഞ്ഞു ഗവർണേഴ്സ് ആർക്ക് കൊടുക്കണം, പ്രസിഡൻറ്റാണ് കൊടുക്കേണ്ടത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി, ഓൺലി 2 ആയിരിക്കും. 1 ഉം 2 മാത്രമാണ് ഇത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത്. Next question. Statement 1. The Supreme Court of India has held in some judgments that the reservation policies made under Article 16 Clause 4 of the Constitution of India would be limited by Article 335 for maintenance of efficiency of administration. Second statement. Article 355 of the Constitution of India defines the term efficiency of administration. സോ ഇത് ഏത് സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ്, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ഹെൽഡ് ഇൻ സം ജഡ്ജ്മെൻറ്റ്സ് ദാറ്റ് ദ റിസർവേഷൻ പോളിസീസ് മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 16 Clause 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വുഡ് ബി ലിമിറ്റഡ് ബൈ ആർട്ടിക്കിൾ 355 ഫോർ മെയിൻ്റനൻസ് ഓഫ് എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ കേസ് സ്റ്റഡി നമുക്ക് അറിയാവുന്നതാണ്. ഏതാണ്? ഇന്ദ്ര സോണി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, സോ
സോ 1992 എന്താണ് ഇന്ദ്രാ സോണി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ എന്താണ് ഇതിനെ പറ്റിയാണ് പറയുന്നത്. കാരണം റിസർവേഷൻസ് എന്താണ് 50% എൻഷുർ ചെയ്യണം. ഓക്കെ, കനോട്ട് എക്സീഡ് 50% പറയുന്നുണ്ട് റിസർവേഷൻ. can't exceed 50%. ഓക്കെ, സോ അതെന്താണ് ശരിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് പറയുന്നത് ആർട്ടിക്കിൾ 335 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ദ ടൈം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു കാര്യം ഡിഫൈൻ ചെയ്യുന്നത് പറയുന്നത് എന്താണ്, മോസ്റ്റ്ലി അത് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ആർട്ടിക്കിൾ 335 എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നില്ല. സോ എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, സോ അതായിരിക്കും എന്ത് ആൻസർ വരുന്നത് സി. നെക്സ്റ്റ് വൺ, in which one of the following regions was Dhanyakataka, which flourished as a prominent Buddhist center under the Mahasanghikas locate. ഓക്കെ, മഹാസംഖ്യാസ് ലൊക്കേറ്റ്. അപ്പോൾ ഇത് എവിടെയാണ് ധന്യകഥക ലൊക്കേറ്റ് ആകുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ധന്യകഥ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രൊമിനൻറ്റ് ബുദ്ധിസ്റ്റ് സെൻറ്റർ അണ്ടർ ദ മഹാസംഖ്യാസ്. അപ്പോൾ ഫസ്റ്റ് വൺ ആന്ധ്ര, സെക്കൻഡ് ഗാന്ധാര, തേർഡ് കലിംഗ, ദെൻ ഡി മഗധ. അപ്പോൾ ഇവിടെ എവിടെയാണ് ധന്യകഥക ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്, ഇതൊരു പ്രൊമിനൻറ്റ് ബുദ്ധിസ്റ്റ് സെൻ്ററാണ്. എവിടെയാണ്, മോഡേണിൻ്റെ അമരാവതിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അമരാവതി. സോ അപ്പോൾ ഏതായിരിക്കും ആൻസർ, ആന്ധ്ര ആയിരിക്കും. ഓക്കെ, സോ അമരാവതിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ മഹാസംഖ്യയുടെ കീഴിൽ എന്താണ് അത് ഫ്ലറിഷ്ഡ് ആയതാണ്. സോ ഈ എസ്പെഷ്യലി അമരാവതി സ്തൂപയിൽ എന്താണ് ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അമരാവതി സ്തൂപയിൽ എന്താണ് ഈ ധന്യകഥയെ പറ്റി പറയുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ആന്ധ്ര ആയിരിക്കും. ആന്ധ്ര റീജിയനിൽ അമരാവതിയിലാണ് എന്ത് ഈ ധന്യകഥകൾ ഫ്ലറിഷ്ഡ് ആയത്. നെക്സ്റ്റ് വൺ 42. വിത്ത് റെഫറൻസ് ടു ആൻഷ്യൻറ്റ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. The concept of stupa is Buddhist in origin. Second one, stupa was generally a repository of relics. Third one, stupa was a votive and commemorative structure in the Buddhist tradition. ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ദ കോൺസെപ്റ്റ് ഓഫ് സ്തൂപ ഈസ് ബുദ്ധിസ്റ്റ് ഇൻ ഒറിജിൻ. സ്തൂപ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ബുദ്ധിസ്റ്റ് ഇൻ ഒറിജിൻ എന്നാണ് പറയുന്നത്. പക്ഷേ അതെന്താണ് ശരിയല്ല. കാരണം സ്തൂപ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ഒറിജിൻ അല്ല. പ്രീ ബുദ്ധിസ്റ്റ് ബറിയൽ മൗണ്ട്സ് എന്താണ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ബുദ്ധിസ്റ്റ് ഒറിജിനാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. സോ അത് തെറ്റാണ്. ദെൻ സ്തൂപ വാസ് ജനറലി എ റെപ്പോസിറ്ററി ഓഫ് റിലിക്സ്. അതെന്താണ് ശരിയാണ്. കാരണം എന്താണ് ബുദ്ധിസ്റ്റ് ഫിഗേഴ്സിലും കാര്യങ്ങളിലും എന്താണ് ബുദ്ധൻ്റെ റിലിക്സും കാര്യങ്ങളൊക്കെയാണ് ഇത് സ്തൂപയിൽ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ സ്തൂപ വാസ് എ വോട്ടീവ് ആൻഡ് കൊമമറേറ്റീവ് സ്ട്രക്ചർ ഇൻ ദ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ. അത് എന്താണ് ശരിയാണ്. കാരണം എന്താണ് സ്തൂപ എന്താണ് ഒരു വോട്ടീവ് അല്ലെങ്കിൽ എന്താണ് കൊമമറേറ്റീവ് സ്ട്രക്ചറായിട്ട് എന്താണ് ബുദ്ധിസ്റ്റ് ട്രഡീഷനിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, ബുദ്ധൻ്റെ ലൈഫിൽ നടന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഏതൊക്കെയാണ്, ബർത്ത്, എൻലൈറ്റ്മെൻറ്റ്, ദെൻ ഫസ്റ്റ് സെർമൺ, കൂടാതെ ലാസ്റ്റ് ഏതാണ്, ഡെത്ത്. സോ ഇതിനെപ്പറ്റിയൊക്കെ എന്താണ് ഇതിൽ സ്തൂപയിൽ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് അതും ശരിയാണ്. അപ്പോൾ 2 and 3 ആയിരിക്കും കറക്റ്റ് വരുന്നത്. ഓൺലി 2, 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് 43. വിത്ത് റെഫറൻസ് ടു ആൻഷ്യൻറ്റ് സൗത്ത് ഇന്ത്യ, കോർക്കൈ, പൂംപുഹർ ആൻഡ് മുസ്സിരി വെർ വെൽ നോൺ ആസ്. ഏതാണ് ക്യാപിറ്റൽ സിറ്റീസ്, പോർട്സ്, സെൻറ്റേഴ്സ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ മേക്കിംഗ്, ഷ്രൈൻസ് ഓഫ് ജെയിൻ തീർത്ഥങ്കരാസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. കോർക്കയായാലും പൂംപുഹർ ആയാലും മുസ്സിരി ഇതെല്ലാം എന്തിലാണ് വരുന്നത്, ആൻഷ്യൻറ്റ് സൗത്ത് ഇന്ത്യയിലെ പോർട്സ് ആണ് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, പോർട്സ് ആണ്, പോർട്ട് സിറ്റീസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ കോർക്ക എടുക്കുന്നെങ്കിൽ പ്രധാനമായിട്ടും ഏത് കിങ്ഡത്തിൻ്റെയാണ്, പാണ്ഡ്യ കിങ്ഡത്തിൻ്റെ പ്രധാന പോർട്ടായിരുന്നു ഏതെന്ന് പറയുന്നത് കോർക്കൈ എന്ന് പറയുന്നത്. ഇനി പൂംപുഹർ അല്ലെങ്കിൽ എന്താണ് അതിന് കാവേരിപട്ടണം എന്ന് പറയുന്നു. അത് ഏത് കിങ്ഡത്തിൻ്റെയാണ്, ചോള കിങ്ഡത്തിൻ്റെയാണ്. ദെൻ അവസാനം വരുന്ന ഏതാണ്, മുച്ചിരി അല്ലെങ്കിൽ മുസിരിസ്, അത് ഏതിൻ്റെയാണ്, ചേര കിങ്ഡത്തിൻ്റെയാണ്. ഓക്കെ, സോ ഇതെല്ലാം എന്താണ് സൗത്ത് ഇന്ത്യയിലെ ആൻഷ്യൻറ്റ് സൗത്ത് ഇന്ത്യയിലെ ഓരോ കിങ്ഡത്തിൻ്റെ പോർട്സ് ആയിരുന്നു. ഏത് കോർക്കയായാലും പൂംപുഹർ ആയാലും അതുപോലെ തന്നെ മുസിരി. കോർക്കൈ പാണ്ഡ്യ കിങ്ഡം, പൂംപുഹർ ചോള കിങ്ഡം, അതുപോലെ മുസിരി ചേര കിങ്ഡം. ഇവർക്ക് തന്നെ എന്താണ് വേറെ ഒരുപാട് പോർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 44. Which one of the following explains the practice of Vattakirudal mentioned in Sangam poems? First one, kings employing women bodyguards. Second option B, learned persons assembling in royal courts to discuss religious and philosophical matters. C, young girls watching over agriculture fields and driving away birds and animals. A,
D, a king defeated in a battle committing ritual suicide by starving himself to death. അപ്പോൾ ഇതിൽ എന്താണ് വട്ടക്കിരുതൽ എന്ന് പറയുന്നത്? സംഘം പോയംസിലൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു വേർഡാണ് വട്ടക്കിരുതൽ എന്ന് പറഞ്ഞാൽ. പറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. വട്ടക്കിരുതൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു യുദ്ധമോ എന്തെങ്കിലും തോൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഡിഫീറ്റ് ആകുമ്പോൾ കിങ് എന്ത് ചെയ്യും? സ്വയം സൂയിസൈഡ് ചെയ്യുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നത്, സ്വന്തം ലൈഫ് എന്താണ് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് എന്ത് വട്ടക്കിരുതൽ എന്ന് പറയുന്നത്. സോ എ കിങ് ഡിഫീറ്റഡ് ഇൻ എ ബാറ്റിൽ കമ്മിറ്റിംഗ് റിച്വൽ സൂയിസൈഡ് ബൈ സ്റ്റാർവിങ് ഹിംസെൽഫ് ടു ഡെത്ത്. സോ അതിനാണ് എന്തെന്ന് പറയുന്നത്? വട്ടക്കിരുതൽ എന്ന് പറയുന്നത്. ഒരു റിച്വലിസ്റ്റിക് സൂയിസൈഡൽ പ്രോസസ്സാണ് എന്ന് പറയുന്നത് വട്ടക്കിരുതൽ എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. Next, consider the following dynasties. How many of the above dynasties established their kingdoms in early 8th century AD? Okay, so 8th century AD ഏതൊക്കെ കിങ്ഡംസ് ആയിരുന്നു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ കിങ്ഡംസിൻ്റെ ടൈം ലൈൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത്യാവശ്യം എന്താണ് കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്. കാരണം ക്രോണോളജി, ഓരോ കിങ്ഡത്തിൻ്റെയും ക്രോണോളജി എന്താണ് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഹോയ്സാല ഡൈനസ്റ്റിയാണ്. ഹോയ്സാല ഡൈനസ്റ്റിയുടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 10th and 14th സെഞ്ചുറിയാണ്. സോ ഇവിടെ നമുക്ക് 8th സെഞ്ചുറിക്ക് മുമ്പുള്ളതാണ് ചോദിച്ചേക്കുന്നത്. സോ ഹൊയ്സാല വരുന്നത് 10th സെഞ്ചുറി ആൻഡ് 14th സെഞ്ചുറിക്ക് 40th സെഞ്ചുറിക്ക് ഇടയിലാണ് വരുന്നത്. പ്രധാനമായിട്ട് ഏത് റീജിയനായിരുന്നു? നമ്മുടെ പ്രസൻറ്റ് ഡേ കർണാടക റീജിയനിലാണിത് ഇത് വരുന്നത്, ഹൊയ്സാല എംപയർ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ഗഹദവാല. ഓക്കെ, ഗഹദവാല എംപയർ ഏത് ടൈം പീരീഡിലാണ് വരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് പ്രധാനമായിട്ടും 11th സെഞ്ചുറിക്കും അതുപോലെ ഏർലി 12th സെഞ്ചുറിക്കും ഇടയിലാണ് വരുന്നത്. റീജിയൻ വരുമ്പോൾ നമ്മുടെ ഗാൻജറ്റിക് പ്ലെയിൻസ് ആണ്. ഗാൻജറ്റിക് പ്ലെയിൻസ് അതായത് നോർത്ത് ഇന്ത്യ. ദെൻ കാകതി ഡൈനസ്റ്റി വരുന്നുണ്ട്. കാകതി ഡൈനസ്റ്റിയും 12th സെഞ്ചുറിക്കും അതുപോലെ 14th സെഞ്ചുറിക്കും ഇടയിലായിരുന്നു. നമുക്കറിയാം ഏത് റീജിയനാണ്? ഈസ്റ്റേൺ ഡെക്കാൻ റീജിയനാണ്. അത് നമ്മുടെ പ്രസൻറ്റ് ഡേ ആന്ധ്രാപ്രദേശ്, തെലങ്കാനയൊക്കെ വരുന്നത്. ദെൻ യാദവ ഡൈനസ്റ്റിയെ പറ്റി പറയുന്നുണ്ട്. യാദവ ഡൈനസ്റ്റിയുടെ ടൈം പീരീഡ് വരുന്നത് 9th സെഞ്ചുറിക്കും അതുപോലെ എന്താണ് 14th സെഞ്ചുറിക്കും ഇടയിലാണ്. ഓക്കെ, യാദവ് പ്രധാനമായിട്ടും എന്താണ് സെൻട്രൽ ഇന്ത്യൻ റീജിയനിലായിരുന്നു അവരുണ്ടായിരുന്നത്. സോ ഇതെല്ലാം എന്താണ് 8th സെഞ്ചുറിക്ക് ശേഷമുള്ള കിങ്ഡംസിനെ പറ്റിയാണ് ഈ പറയുന്നത്, ഡൈനസ്റ്റീസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഒന്നും തന്നെ എന്താണ് ഏർലി 8th സെഞ്ചുറി കേടിയിൽ ഉള്ള കിങ്ഡംസ് ഇല്ല. സോ അതുകൊണ്ട് അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, നൺ. ഓക്കെ, ഈ പറയുന്ന ഒന്നും തന്നെ എന്താണ് ഏർലി 8th സെഞ്ചുറിയിൽ വരുന്നില്ല. ഹൊയ്സാലയാണെങ്കിൽ 10th സെഞ്ചുറിക്കും 40th സെഞ്ചുറിക്കും ഇടയിലാണ് വരുന്നത്. ഏത് റീജിയനായിരുന്നു? പ്രസൻറ്റ് കർണാടക റീജിയനാണ് വരുന്നത്. സെക്കൻഡ് വരുന്നത് ഗഹദാവേലയാണ്. അതാണെങ്കിൽ 11th സെഞ്ചുറിക്കും 12th സെഞ്ചുറിക്കും ഇടയിലാണ് വരുന്നത്. അത് നമ്മുടെ ഗാൻജറ്റിക് പ്ലെയിൻസ് അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ ആ ഒരു റീജിയനിലാണ് വരുന്നത്. തേർഡ് കാകതീയ ഡൈനസ്റ്റിയാണ് വരുന്നത്. അതും 12th സെഞ്ചുറി 14th സെഞ്ചുറിയാണ് വരുന്നത്. ഈസ്റ്റേൺ ഡെക്കാൻ റീജിയനാണ് വരുന്നത്. അതായത് നമ്മുടെ പ്രസൻറ്റ് ഡേ ആന്ധ്രാപ്രദേശ് അതുപോലെ തെലങ്കാന റീജിയൻ വരുന്നുണ്ട്. ദെൻ യാദവ വരുന്നുണ്ട്. യാദവ വരുന്നത് 9th സെഞ്ചുറിക്കും 14th സെഞ്ചുറിക്കും ഇടയിലാണ്. പ്രധാനമായിട്ടും സെൻട്രൽ ഇന്ത്യൻ റീജിയനിലേക്കാണ് വരുന്നത്. ഓക്കെ, സോ യാദവാസ് ഓഫ് ദേവഗിരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം എന്താണ് ഈ ഒരു ടൈം പീരീഡിലാണ് വരുന്നത്. സോ 8th സെഞ്ചുറിക്ക് മുന്നേ ഉള്ള ഒരു ഡൈനസ്റ്റി എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഇല്ല. സോ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും, നൺ ആണ്. നെക്സ്റ്റ് 46. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. ലിറ്റററി വർക്ക്, ഓഥർ. ദേവീചന്ദ്രഗുപ്ത, ബിൽഹണ. ഹമ്മീര മഹാകാവ്യ, നായചന്ദ്ര സൂരി. മിലിണ്ട പൻഹ, നാഗാർജുന. നിധിവാക്യമിത്ര, സോമദേവ സൂരി. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദേവീചന്ദ്രഗുപ്ത ബിൽഹണയാണ് എഴുതിയേക്കെന്ന് പറഞ്ഞത്. പക്ഷേ ദേവീചന്ദ്രഗുപ്ത എഴുതിയത് ആരാണ്? ബിൽഹണയല്ല, പകരം ആരാണ്? ഇറ്റ്സ് റിട്ടൺ ബൈ വിശാഖദത്ത. ഓക്കെ, വിശാഖദത്തയുടെ ഒരു സാൻസ്ക്രിറ്റ് പ്ലേ ആണ് എന്ന് പറയുന്നത് ദേവീചന്ദ്ര ഗുപ്ത എന്ന് പറയുന്നത്. ഓക്കെ, ചന്ദ്രഗുപ്ത മൗര്യ എന്താണ് തൻ്റെ എൽഡർ ബ്രദറിൻ്റെ വൈഫിനെ രക്ഷിക്കുന്ന ഒരു കഥയാണ് ഇത് ഈ വിശാഖദത്ത ദേവീചന്ദ്ര ഗുപ്തയിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ശാഖ റൂളേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ചന്ദ്രഗുപ്ത മൗര്യ എന്താണ് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ എൽഡർ ബ്രദറിൻ്റെ വൈഫിനെ രക്ഷിക്കുന്ന ഒരു കഥ. അവിടുത്തെ ഒരു വീരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു എപ്പിക്കായിട്ടുള്ളൊരു പ്ലേ ആണ് എന്ന് പറയുന്നത്, സാൻസ്ക്രിറ്റ് പ്ലേ ആണ് എന്ന് പറയുന്നത് ഈ ദേവീചന്ദ്ര ഗുപ്ത എന്ന് പറയുന്നത്. സോ ഇത് ബിൽഹണയല്ല എഴുതിയത്, പകരം ആരാണ്? വിശാഖദത്തയാണ് എഴുതിയത്. ദെൻ ഹമ്മീര മഹാകാവ്യ എഴുതിയത് നായചന്ദ്ര സൂരി എന്ന് പറഞ്ഞേക്കുന്നത്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഹമ്മീര മഹാചാര്യ എന്താണ് നായചന്ദ്ര സൂരിയാണ് എഴുതിയത്. ഇത് എന്താണ് ഒരു 15th സെഞ്ചുറിയിലെ സാൻസ്ക്രിറ്റ് പോയമാണ്. ഓക്കെ, സാൻസ്ക്രിറ്റ് പോയം. ഓക്കെ, സോ ഇതെന്താണ് ചഹമാന കിങ്. ഓക്കെ, ചഹമാന കിങ് ഹമ്മീര എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയാണത് ഈ ഹമ്മീര മഹാകാവ്യ എഴുതിയിട്ടുള്ളത്. ദെൻ തേർഡ് പറയുന്നത് മിലിണ്ട പൻഹ നാഗാർജുന എഴുതിയെന്നാണ് പറയുന്നത്. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാലും നാഗാർജുന അല്ല. ആരാണ് മിലിണ്ട പൻഹ എഴുതിയത്? അത് നാഗസേനയാണ്. ഓക്കെ,
നാഗസേനയാണ് മിലിൻഡ പൻഹ എഴുതിയത്. അതായത് ബുദ്ധിസ്റ്റ് മോങ്കായിട്ടുള്ള നാഗസേനയും അതുപോലെ കിങ് ആയിട്ടുള്ള മിലിൻഡയും ഓക്കെ, അല്ലെങ്കിൽ കിങ് മിലിൻഡയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഓക്കെ, ഈ കോൺവെർസേഷന് ശേഷം എന്താണ് കിങ് ബുദ്ധിസത്തിലോട്ട് മാറി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സോ അതാണ് ഏതെന്ന് പറയുന്നത് മിലിൻഡ പൻഹ എന്ന് പറയുന്നത്. സോ അത് എഴുതിയത് ആരാണ്? നാഗാർജുനയല്ല, പകരം നാഗസേനയാണ്. സോ 3 തെറ്റാണ്, 1 തെറ്റാണ്. നെക്സ്റ്റ് നിധിവാക്യമിത്ര. ഓക്കെ, നിധിവാക്യമിത്ര എഴുതിയത് സോമദേവ സൂര്യയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ അതെന്ന് വെച്ചാൽ എന്താണ്? സോമദേവ സൂര്യ എന്ന് വെച്ചാൽ ഒരു ജെയിൻ മോങ്കാണ്. സോ അദ്ദേഹം എഴുതിയതാണ് ഈ നിധിവാക്യ സൂര്യ എന്ന് പറയുന്നത്. ഇത് കൂടുതലും എന്താണ്? ശ്ലോകങ്ങളായിട്ടാണ്, ശ്ലോകാസ് ആയിട്ടാണ് ഈ നിധിവാക്യ സൂര്യ, അതായത് വേഴ്സസ് ആയിട്ടാണ് നിധിവാക്യ സൂര്യ എഴുതിയിട്ടുള്ളത്. സോ അതുകൊണ്ട് എന്താണ് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിധിവാക്യ സൂര്യ എഴുതിയത് ആരാണ്? നിധിവാക്യാമൃത എഴുതിയ ആരാണ്? സോമദേവ സൂര്യയാണ്. ഓക്കെ, സോ 4ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ഓൺലി 2 ആയിരിക്കും. നെക്സ്റ്റ് 47. Souls are not only the property of animals and plant life, but also of rocks, running water, and many other natural objects not looked on as living by other religious sects. The above statement reflects one of the core beliefs of which one of the following religious sects of ancient India. അപ്പോൾ ഇതിൽ ഏത് റിലീജിയസ് സെക്റ്റിൻ്റെ കോർ ഐഡിയോളജിയാണ് ഈ മുകളിൽ തന്നേക്കുന്നതെന്ന് ചോദിച്ചേക്കണം. നമുക്ക് വായിക്കുമ്പോഴേ അറിയാം എന്താണ് എല്ലാ ജീവനുകൾക്കും, എല്ലാ പ്രാണികൾക്കും, അല്ലെങ്കിൽ എല്ലാത്തിനും എന്താണ് ജീവനുണ്ട്, ഭൂമിയിലുള്ള എല്ലാത്തിനും ജീവനുണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ സെക്റ്റ്. ഏതാണ്? അത് ജെയിനിസമാണ്. കാരണം ജെയിനിസം പറയുന്നത് എന്താണ്? കല്ലിനും മണ്ണിനും വരെ എന്താണ് ജീവനുണ്ട്, എല്ലാവർക്കും എന്താണ് ജീവനുണ്ട്, എല്ലാവരും അതുകൊണ്ട് എന്താണ് ആ രീതിക്ക് നമ്മൾ സംരക്ഷണം എന്നാണ് ജെയിനിസം പറയുന്നത്. സോ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ജെയിനിസം എന്ന് പറയുന്നത്. സോ അവരെന്തിനൊക്കെ വിശ്വസിക്കുന്നുണ്ട്? യൂണിവേഴ്സൽ സോൾ, ദെൻ കോൺസെപ്റ്റ് ഓഫ് ജീവ. നമ്മൾ ജെയിനിസം നോക്കുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ജീവ മീൻസ് ലിവിങ് ബീങ്സ്. ദെൻ അനേകാനന്ദവാദ, എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ വ്യൂസ് ആണ്. ദെൻ ഫൈനലി എന്താണ്? നോൺ വയലൻസ് ഓർ അഹിംസ. സോ ഇതെല്ലാം എന്താണ്? ജൈനിസത്തിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് ആണ്. യൂണിവേഴ്സൽ സോൾ, ആക്സെപ്റ്റ് ഓഫ് ജീവ, ദെൻ അനേകാന്തവാദ, ദെൻ നോൺ വയലൻസ്. ഇതെല്ലാം എന്താണ്? ജൈനിസത്തിൻ്റെ പ്രധാനപ്പെട്ട കോർ ഐഡിയോളജിയാണ്. ബുദ്ധിസം നോക്കുന്നത് എന്താണ്? അവർ സോൾസിന് ഒരു ആനിമേറ്റ് ഒബ്ജക്റ്റിൻ്റെ ഇതൊന്നും കൊടുക്കുന്നില്ല. ദെൻ പിന്നുള്ള ശൈവിസവും വൈഷ്ണവിസവുമാണ്. അത് രണ്ടും എന്താണ്? പ്രധാനമായിട്ടും വർഷിപ്പ് ഡയറ്റീസിനെ വർഷിപ്പ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശൈവിസമാണെങ്കിൽ ശിവനെയും, അതുപോലെ വൈഷ്ണവിസമാണ് എന്താണ്? വിഷ്ണുവിനെയും വർഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ജെയിൻസ് ആണ് റൈറ്റ് ആൻസർ. Next, who among the following rulers of Vijayanagara Empire constructed large dams across Tungabhadra river and a canal aqueduct several kilometers long from the river to the capital city? Devaraya I, Mallikarjuna, വീരവിജയ, വിരുപക്ഷ. അപ്പോൾ ഇതിൽ ഏത് വിജയനഗര എംപയറാണ് ഡാമൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്? ആൻസർ വരുന്ന ആരാണ്? ദേവരായ ഫസ്റ്റ് ആണ്. ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദേവരായ നമുക്ക് ഡാംസ് ആയാലും വാട്ടർ മാനേജ്മെൻറ്റ് ആയാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം വരുന്ന ആരാണ്? ദേവരായ ഫസ്റ്റ് ആണ്. സോ 1406 മുതൽ 1422 വരെ എന്നത് അദ്ദേഹത്തിൻ്റെ റെയിൻ എന്ന് പറയുന്നത്. സോ വാട്ടർ മാനേജ്മെൻറ്റ്, അതുപോലെ എന്താണ് ഡാം കൺസ്ട്രക്ഷൻ, കനാൽ കം അക്വാഡക്റ്റ്, അതുപോലെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ്മെൻറ്റ്. ഇതെല്ലാം എന്താണ് ഈ ദേവരായ ഫസ്റ്റിൻ്റെ ടൈമിൽ വളരെ അധികം പ്രൊമിനൻ്റ് ആയിട്ട് വിജയനഗര എംപയറിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയുള്ള വിജയനഗര റൂളേഴ്സിനെ പറ്റി എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. കാരണം ഇപ്പോൾ ദേവരായ വന്നു, അതുപോലെ എന്താണ് ദേവരായ ഒന്നുണ്ട്, അതുപോലെ വേറെ ഒരുപാട് റൂളേഴ്സ് ഉണ്ട് വിജയനഗര എംപയറിൽ. അപ്പോൾ അവരെ പറ്റിയൊക്കെ അവരുടെ സംഭാവനകളും കാര്യങ്ങളൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. Next 49. Who among the following rulers of medieval Gujarat surrendered Diu to Portuguese? Option A, Ahmad Shah. Option B, Muhammad Begharha. Option C, Bahadur Shah. Option D, Muhammad Shah. അപ്പോൾ ഇതിൽ ആരാണ്, ഏത് മെഡീവിയൽ ഗുജറാത്ത് റൂളറാണ് ദിയു പോർച്ചുഗീസിന് സറണ്ടർ ചെയ്തതെന്ന് ചോദിച്ചിരിക്കുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബഹദൂർ ഷാ ആണ്. അതായത് ഗുജറാത്തിൻ്റെ 22nd സുൽത്താനായിരുന്നു ആരെന്ന് പറയുന്നത്? ബഹദൂർ ഷാ എന്ന് പറയുന്നത്. സോ 1535 1535 ഈ എന്താണ് അദ്ദേഹം പോർച്ചുഗീസുമായിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ഇടുകയും അതുവഴി എന്താണ് ഈ ദിയു പോർച്ചുഗീസിന് സറണ്ടർ ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ ഇതിന് പകരമായിട്ട് എന്താണ് പോർച്ചുഗീസ് അദ്ദേഹത്തിന് എന്താണ് മിലിറ്ററി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഏത് റൂളറാണ്? ബഹദൂർ ഷാ ആണെന്ത് മെഡീവിയൽ ഗുജറാത്ത് റൂളറായ ബഹദൂർ ഷാ ആണെന്ത് പോർച്ചുഗീസിൽ ദിയു സറണ്ടർ ചെയ്തത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, 50ാമത്തെ ക്വസ്റ്റ്യൻ.
But which one of the following acts was the Governor General of Bengal designated as the Governor General of India? Okay, Governor General of Bengal, Governor General of India ആയത് ഏത് ആക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട് ഓഫ് 1793, ചാർട്ടർ ആക്ട് ഓഫ് 1833. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചാർട്ടർ ആക്ട് ഓഫ് 1833 എന്ത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി കൺസിഡർ ചെയ്തത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ബോംബെയിലെ അതുപോലെ മദ്രാസിൻ്റെ ഗവർണർ ജനറൽ എന്താണ് ഇവരുടെ അണ്ടറിലായി. ഓക്കെ, സോ ചാർട്ടർ ആക്ട് 1833 പറയുന്നത്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ടിൽ എന്താണ് പറയുന്നത്? റെഗുലേറ്റിംഗ് ആക്ട് 1773 പറയുന്നത്. അവിടെ ഉണ്ടായ മാറ്റം എന്ന് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ക്രിയേറ്റ് ചെയ്തത് എന്താണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അതാണെന്ത് അവിടെ റെഗുലേറ്റിംഗ് ആക്ടിൽ ക്രിയേറ്റ് ചെയ്തത്. ദെൻ പിറ്റ്സ് ഇന്ത്യ ആക്ട് പറയുന്നുണ്ട്, അത് 1784 പറയുന്നുണ്ട്. അവിടെ എന്താണ് ഒരു ഡ്യുവൽ കൺട്രോൾ ബ്രിട്ടീഷിനും അതുപോലെ എന്താണ് ബ്രിട്ടീഷ് ക്രൗണിനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള ഡ്യുവൽ കൺട്രോളിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ചാർട്ടർ ആക്ടിൽ എന്താണ് എന്തിനെ പറ്റിയാണ് പറയുന്നത്? കമ്പനിയുടെ ഈ ഓണർഷിപ്പ് റിന്യൂ ചെയ്യുന്നത്. അവസാനത്തെ ചാർട്ടർ ആക്ട് 1853 ആയിരുന്നു. അപ്പോൾ ചാർട്ടർ ആക്ടിൽ ജസ്റ്റ് നോക്കി നോക്കിയാൽ ഫസ്റ്റ് എന്താണ് 1793, ദെൻ 1813, then 1833 ആൻഡ് ഫൈനലി 1853. സോ അങ്ങനെ 4 ചാർട്ടർ ആക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 4ലെയും കാര്യങ്ങൾ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. ചാർട്ടർ ആക്ടിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണെന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചാർട്ടർ ആക്ട് ഓഫ് 1883 ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ എന്തായിട്ട് മാറ്റിയത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി ഡെസിഗ്നേറ്റ് ചെയ്തത്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷനിൽ അടുത്ത 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 909448545 Trivandrum.